തീവണ്ടി യാത്രയിൽ ആധാർ കാർഡ് പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം. ടിക്കറ്റ് പരിശോധകർ ആധാർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ റെയിൽവേ ഉത്തരവിട്ടു. തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് നിർബന്ധിത ആധാർ വേരിഫിക്കേഷൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിന് പിറകെയാണ് ഇത്. കാറ്ററിംഗ് ജീവനക്കാരുടെയും ശുചീകരണ വിഭാഗം ജീവനക്കാരുടെയും ആധാറും പരിശോധിക്കണം. വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആൾമാറാട്ടവും ദുരുപയോഗവും തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ ആധാർ കാർഡ് വ്യാജമാണെന്ന് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ റെയിൽവേ സംരക്ഷണ സേനയെയോ പോലീസിനെയോ അറിയിക്കണം. നിലവിൽ ടിക്കറ്റ് പരിശോധകർക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആധാർ ഡൗൺലോഡ് ചെയ്യാനാണ് നിർദ്ദേശം. ടിക്കറ്റ് പരിശോധകരുടെ ടാബിൽ ആപ്പ് ലഭ്യമാക്കും. ഇന്ത്യയുടെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് ആധാർ. QR കോഡ് ഉൾപ്പെടെ പരിശോധിക്കും. സ്കാൻ ചെയ്യുമ്പോൾ ആധാർ നമ്പർ, പേര്, വിലാസം ഉൾപ്പെടെ പ്രധാന തിരിച്ചറിയൽ വിവരങ്ങൾ ആപ്പ് പ്രദർശിപ്പിക്കും. ഓഫ്ലൈൻ മോഡിലും ആപ്പ് പ്രവർത്തിക്കും. അതേസമയം ട്രെയിനുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾക്കായി സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിരുന്നു. ഈ ആപ്പുകൾ ഉപയോഗിച്ച് യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും ഭക്ഷണം ഓൺലൈനായി ഓർഡർ ചെയ്യുന്നതിനുമൊപ്പം ട്രെയിൻ എവിടെയാണെന്ന് തത്സമയം ട്രാക്ക് ചെയ്യാനും കഴിയും. എന്നാൽ ട്രെയിൻ സമയം, റദ്ദാക്കിയ ട്രെയിൻ, വഴിതിരിച്ചുവിട്ട ട്രെയിൻ എന്നിവ വ്യക്തമായി അറിയാൻ ഔദ്യോഗിക ആപ്പ് തന്നെ ഉപയോഗിക്കണം എന്നതാണ് റെയിൽവേയുടെ നിർദ്ദേശം. യാത്രക്കാർ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം ആപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആപ്പ് കൃത്യമായ ട്രെയിൻ സമയക്രമവും അനുബന്ധ വിവരങ്ങളും നൽകുന്നു. റെയിൽവേയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ മിക്ക യാത്രക്കാരും റെയിൽ യാത്രി, ഇക്സിഗോ ട്രെയിൻ, വേർ ഈസ് മൈ ട്രെയിൻ തുടങ്ങിയ സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും യാത്രക്കാരുടെ GPS ഉപയോഗിച്ചാണ് പ്രവർത്തിക്കാറുള്ളത്. അതുകൊണ്ട് ആപ്പുകളിൽ ട്രെയിൻ സമയം മാറുന്നതും ഗതാഗത തടസ്സം നേരിടുന്നതും കൃത്യമായി അറിയാൻ സാധിക്കുകയില്ല. മഴക്കാലമായതോടെ റെയിൽ പാളത്തിൽ മരം വീണും വെള്ളം കയറിയും ട്രെയിൻ വൈകുകയും വഴി തിരിച്ചുവിടുകയും ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. ഈ സാഹചര്യത്തിലാണ് റെയിൽവേയുടെ മുന്നറിയിപ്പ്. സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന ഔദ്യോഗിക ആപ്പാണ് നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം. റെയിൽ സംബന്ധമായ അന്വേഷണങ്ങൾക്ക് നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം ആപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് റെയിൽവേ യാത്രക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ ആപ്പുകളിൽ നിന്ന് യാത്രക്കാർക്ക് പലപ്പോഴും തെറ്റായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ നഷ്ടപരിഹാരം തേടുന്നതിന് നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ്. സ്വകാര്യ ആപ്പുകൾക്കെതിരെ റെയിൽവേ നേരത്തെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളതാണ്. തെറ്റായ വിവരങ്ങൾ സംബന്ധിച്ച് യാത്രക്കാരിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് റെയിൽവേ വീണ്ടും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. റിയൽ ടൈം ട്രെയിൻ ഇൻഫർമേഷൻ സിസ്റ്റം വഴി റെയിൽവേ കൃത്യമായ വിവരങ്ങളാണ് നൽകുന്നത്. സ്വകാര്യ ആപ്പുകളിൽ നിന്നുള്ള പിഴവുകൾക്ക് തങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല എന്നും റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തൽക്കാൽ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നവർക്ക് സീറ്റുകൾ കിട്ടുമെന്ന് ഉറപ്പൊന്നും പറയാനാവില്ല. ലോട്ടറി പോലെയാണ് സംഭവമെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കിട്ടിയാൽ ഭാഗ്യമെന്ന് വേണം പറയാൻ. ചിലർക്ക് സീറ്റ് തിരഞ്ഞെടുത്ത് പണമടയ്ക്കാൻ പ്രോസസ് ആകുമ്പോഴേക്കും ചിലപ്പോൾ കൺഫേം ആയത് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് വരെ പോയേക്കാം. ആയതിനാൽ തൽക്കാൽ ടിക്കറ്റിനായി പലരും ശ്രമിക്കുന്നത് ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. എന്നാൽ കൺഫേം തൽക്കാൽ ടിക്കറ്റുകൾ ലഭിക്കാൻ പ്രത്യേകതരം ആപ്പുകളുണ്ട്. ഇതിനായി ചില സമയക്രമങ്ങൾ പാലിച്ചാൽ ചിലപ്പോൾ ടിക്കറ്റ് പോക്കറ്റിലായിരിക്കും. പക്ഷേ എപ്പോഴും അത് വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ തൽക്കാൽ ബുക്കിംഗിൽ കൺഫേം ടിക്കറ്റ് ലഭിക്കാൻ പ്രത്യേക സമയവുമുണ്ട്. IRCTCയുടെ കണക്കനുസരിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പ്രതിദിനം ഏകദേശം 2.25 ലക്ഷം യാത്രക്കാർ തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാറുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.